മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠത്തിൻ്റെ 2ാം ഭാഗമാണിത്. കവിതയുടെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഭാഗത്ത് പലതരം പൂക്കളെക്കുറിച്ചും വെയിലും നിലാവും സന്ധ്യയും അവയെ എത്രമാത്രം സുന്ദരമാക്കുന്നു എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. കൂടാതെ വിടർന്ന് ചുറ്റുപാടും സുഗന്ധം പരത്തുന്ന പൂക്കളെക്കുറിച്ചും ഭൂമിക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്ന വാടാമല്ലി പോലുള്ള പൂക്കളെക്കുറിച്ചും ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് കവിതയുടെ അടുത്ത ഭാഗം നോക്കാം. പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ. എന്താണ് ഈ ഭാഗത്ത് പറയുന്നത്? പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. ഇങ്ങനെ എത്രയോ പൂക്കൾ, മുക്കുറ്റിയും ജമന്തിയും കോളാമ്പിയും പനിനീരും വാടാമല്ലിയും, അങ്ങനെ എത്രയെത്രയോ പൂക്കൾ ഭൂമിയിൽ മണ്ണിൻ്റെ മക്കളായി പിറക്കുന്നു. നിത്യേന എന്നതുപോലെ, അല്ലേ, നിത്യവും എല്ലായ്പ്പോഴും ദിവസേന എന്നതുപോലെ പലതരം പൂക്കൾ ഭൂമിയുടെ മക്കളായി പിറന്നുകൊണ്ടേയിരിക്കുന്നു, ഇവിടെ ജന്മം കൊണ്ടേയിരിക്കുന്നു. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. അവർ എങ്ങനെയുള്ളവരൊക്കെയാണ്? നീലവാനം മിഴികളിൽ സൂക്ഷിക്കുന്നവരാണ്. നീലവാനം മിഴികളിലുള്ളവർ. പൂക്കൾ ആകാശത്തെ നോക്കി നിൽക്കുന്നത് പോലെയാണ് വിടർന്നു നിൽക്കുന്നത്, അല്ലേ? കണ്ടിട്ടില്ലേ? മുകളിലേക്ക് നോക്കിയില്ലേ? മുകളിലേക്കല്ലേ വിടർന്നു നിൽക്കുന്നത്, മുകളിലേക്ക് നോക്കിയെന്നതുപോലെ. അപ്പോൾ ആകാശത്തെ നോക്കി നിൽക്കുന്നത് പോലെയാണ്, അല്ലേ? ആകാശം നീല നിറമുള്ളതും വിശാലവും ഭംഗിയുള്ളതുമാണ്. അതിനെ കൂടുതൽ അറിയാൻ എന്നതുപോലെയാണ് ആ പൂക്കൾ ആകാശത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നത്. കുഞ്ഞുങ്ങളും അങ്ങനെയല്ലേ? എല്ലാം കാണാനും അറിയാനുമുള്ള കൗതുകം എപ്പോഴും അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും. ചുറ്റുപാടുള്ളതൊക്കെ അവർ ക്യാമറ കണ്ണിൽ എന്നതുപോലെ ഒപ്പിയെടുക്കും, അല്ലേ? അടുത്തത് നോക്കാം. നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. ഇവിടെ നീർക്കണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഞ്ഞുതുള്ളികളാണ്, അല്ലേ? പൂക്കളിൽ രാവിലെ നോക്കുമ്പോൾ മഞ്ഞുതുള്ളികളൊക്കെ കാണാമല്ലോ. മഞ്ഞുതുള്ളികളെ അവ എന്തായി ചെയ്യുന്നു? അവ എന്താക്കുന്നു? മാലയാക്കുന്നു എന്നാണ്. മഞ്ഞുതുള്ളികളെ മാലയായി അവ അണിയുന്നു, തനിക്കുള്ള അലങ്കാരമായി അവയെ മാറ്റുന്നു. എത്ര വേദനകളുണ്ടെങ്കിലും അതും തൻ്റെ അലങ്കാരമായി മാറ്റുന്നവരാണ് കുഞ്ഞുങ്ങൾ. അവരുടെ മുഖത്ത് കണ്ണുനീരിന് പോലും ഒരു സൗന്ദര്യമുണ്ട് എന്നതാണ്. അപ്പോൾ കൂടുതൽ വാത്സല്യം അവരോട് ഉണ്ടാവാൻ ആ കണ്ണുനീര് കാരണമാകും. ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. കഠിനമായ ചൂടിലും അവ വിടർന്ന് തന്നെ നിൽക്കും, അല്ലേ? പൂക്കൾ എത്ര നല്ല ചൂടുണ്ടായാലും പൂക്കൾ വിടർന്ന് നിൽക്കും, വാടിപ്പോകില്ല. രാത്രിയിൽ വിരിയുന്ന പൂക്കളാണെങ്കിലോ ആ ഇരുട്ടിലും അങ്ങനെ തന്നെ വിടർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, വാടാതെ നിൽക്കുന്നവയാണ്, കരുത്തോടെ വാടാതെ നിൽക്കുന്നവയാണ് പൂക്കൾ. അതുപോലെ രാത്രിയിലാണെങ്കിലും അവ രാത്രി വിടർന്ന പൂക്കൾ രാത്രിയിലും വിടർന്ന് പുഞ്ചിരി തൂക്കി നിൽക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇരുട്ടിൽ ചിരിച്ചും ചൂടിൽ വാടാതെയും കരുത്തോടെ നിൽക്കുന്ന പൂക്കൾ ശരിക്കും ഒരു പ്രതീകം തന്നെയാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തരുന്ന പ്രതീകങ്ങൾ. അങ്ങനെ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകളാകുന്നു, ജീവൻ്റെ പ്രതീക്ഷകളാകുന്നു എന്നാണ് കവി അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. ഏതു ഇരുട്ടിനും അപ്പുറം വെളിച്ചമുണ്ടെന്നും വെയിലും
ചൂടും കഴിഞ്ഞാൽ മഴയുടെ വരവുണ്ടെന്നുമുള്ള ഒരു പ്രതീക്ഷ നൽകുകയാണ് പൂക്കൾ. അപ്പോൾ നമുക്ക് ആശ്വാസവും സ്നേഹവും സന്തോഷവും പ്രതീക്ഷയും പകർന്നു നൽകുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. കവിത ഇഷ്ടമായോ എല്ലാവർക്കും? ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. ഇതിൻ്റെ ആദ്യ ഭാഗം കവിത ഈണത്തിൽ പാടാനുള്ളതാണ്. ഈണത്തിൽ ചൊല്ലി നോക്കണം കേട്ടോ. അതിൻ്റെ താഴെയുള്ള ബോക്സുകളിൽ കവിതയിലൂടെ പരിചയപ്പെട്ട പൂക്കളുടെ പേരെഴുതാം. പിന്നെ ചിത്രം വരയ്ക്കാം. ചിത്രം വരച്ചിട്ട് പേരെഴുതിയാൽ മതി കേട്ടോ. അതിൻ്റെ താഴെയുള്ള ചെറിയ സ്ഥലത്ത് പേരെഴുതാം. ബോക്സിൽ ചിത്രം വരയ്ക്കാം. പിന്നെ കുറച്ച് പ്രവർത്തനങ്ങൾ. ഇതിലെ പുതിയ പദങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ ഒക്കെയാണിത്. കുരുക്കുക, മുളയ്ക്കുക, നുകരുക, കുടിക്കുക, വേലി, മതിൽ, സുഗന്ധം, നല്ല മണം, മുദ്ര, അടയാളം, തൂമ, ഭംഗി, നിത്യം, എല്ലായ്പ്പോഴും, മിഴി, കണ്ണ്, വാനം, ആകാശം, നീര്, വെള്ളം, മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക, കിനാവ്, സ്വപ്നം. കുറച്ച് പര്യായ പദങ്ങൾ കൂടി. നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സന. നക്ഷത്രം, താരം, താരകം, ഉടു. രാത്രി, രജനി, നിശ, നിശീഥിനി. കാറ്റ്, മാരുതൻ, വാഹകൻ, അനിലൻ. പൂവ്, മലർ, കുസുമം, സുമം. വാനം, ആകാശം, മാനം, ഗഗനം. ഒറ്റവാക്കിൽ ഉത്തരമെഴുതാനുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ വായിക്കുക, നോട്ട്ബുക്കിൽ എഴുതുക, ഉത്തരം സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതിന് അവസാന ഭാഗത്തുള്ള പ്രവർത്തനം നോക്കാം. അതിൽ പൂക്കളോടൊപ്പം എന്നുള്ള ഒരു ചോദ്യമില്ലേ? പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നോക്കുക, എഴുതുക കേട്ടോ. പൂക്കളെക്കുറിച്ച് കവിതയിൽ പറയുന്ന പൊതുവായ കാര്യങ്ങൾ. 1. പൂക്കൾ ഭൂമിയുടെ മക്കളാണ്. മറ്റൊന്ന്, നീലവാനം മിഴികളിൽ നിറയ്ക്കുന്നവരാണ്. അടുത്തതായി, മഞ്ഞുതുള്ളികൾ മാലയായി അണിയുന്നവരാണ്. മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. ഇത്രയും പ്രവർത്തനങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി കുറിപ്പ് തയ്യാറാക്കാനുള്ളതും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചെയ്തു തരാം കേട്ടോ.